അങ്ങനെ വന്നാൽ ലോകത്തിന് എന്തൊരു ശാപമായിരിക്കും എന്ന് അതാ വർണ്ണ. ആ വർണ്ണ റസൂലുള്ളാഹി ഇസ്ലാമിനെ പറ്റി എന്തോ പറഞ്ഞിരിക്കുന്നു? I have studied him, the wonderful man. I believe the whole of the British Empire will adopt a reformed Muhammadanism before the end of this century. ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യം മുഴുവനും ഇസ്ലാം അത് സ്വീകരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നു. When asked to elaborate on this statement, Shah wrote the following. ഇതിനെ സംബന്ധിച്ച് വിവരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഷാ താഴെ പറയുന്ന കാര്യം എഴുതി. എന്നിട്ട് എന്താ താഴെ എഴുതിയത്? I have always held the religion of Muhammad in high estimation because of its wonderful vitality. ഇസ്ലാമിന്റെ അത്ഭുതകരമായ ഉണർവ് അതെന്നെ സർവദാ ഗംഭീര വിലയിരുത്തൽ ഞാൻ വിലയിരുത്തുന്നു. എന്താ കാരണം? ഇറ്റ് ഈസ് ദി ഓൺലി റിലിജിയൻ. ഈ ഒരൊറ്റ മതമേ ഉള്ളൂ. ബെർണാഡ് സായിപ്പായി പറയുന്നത് കേട്ടോ. It is the only religion which appears to me to possess that assimilative capacity. ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതികളെ ഉൾക്കൊള്ളിച്ചു പോകാൻ കഴിയുന്ന ഒരൊറ്റ തത്വസംഹിതയേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ നേതാവായ മുഹമ്മദിനെ സംബന്ധിച്ച് I have studied him, the wonderful man, അത്ഭുതകരമായ മനുഷ്യൻ. The medieval ecclesiastics, either through ignorance or bigotry, painted Muhammadanism in the darkest colors. മധ്യയുഗത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാർ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള വിദ്വേഷം കൊണ്ട് പെയിന്റഡ് മുഹമ്മദാനിസം ഇൻ ദി ഡാർക്കസ്റ്റ് കളേഴ്സ്. അതിന് മുഹമ്മദ് മതത്തിന്റെ മുഖത്ത് കറുത്ത ചായ പിടിച്ചു കളഞ്ഞു. ഇവര് എന്തായിരുന്നു അവർക്ക് പറ്റിപ്പോയത്? അവർ ധരിച്ചു മുഹമ്മദ് ക്രിസ്തുവിന് ശത്രുവാണെന്ന്. അവർ ധരിച്ചു ടു ദം മുഹമ്മദ് വാസ് ആൻ ആന്റി ക്രൈസ്റ്റ്. മുഹമ്മദ് ക്രിസ്തുവിന് എതിരാണെന്ന് ആ പാവത്തങ്ങൾ ധരിച്ചത്. ഐ ഹാവ് സ്റ്റഡീഡ് ഹിം. ഞാൻ പഠിച്ചിട്ടുണ്ട് അയാളിനെ. ദി വണ്ടർഫുൾ മാൻ, അത്ഭുതകരമായ മനുഷ്യനെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഫാർ ഫ്രം ബീങ് ആൻ ആന്റി ക്രൈസ്റ്റ്, അയാൾ ക്രിസ്തു വിരോധി അല്ലെന്നത് പോകട്ടെ, ഹി മസ്റ്റ് ബി കോൾഡ് ദി സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. മാനവ ലോകത്തിന്റെ രക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനാണ്. ലോകം മുഴുവനും ഈ അംഗീകാരവും ഈ ബഹുമാനവും സ്ഥാനവും പദവിയും അധികാരവും ഉണ്ടാക്കിയെടുത്ത സമുദായമാണ് മുസ്ലിങ്ങൾ. അവിടെ എങ്ങും പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് പടിഞ്ഞിട്ടല്ലട പോത്തെ. ഇപ്പൊ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് കാര്യങ്ങൾ പറ്റിക്കാൻ പോയി. മുസ്ലിങ്ങൾ വളരെ പിന്നോക്കമായി പോയി. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങിയെങ്കിലേ മുന്നോക്കമാകത്തുള്ളൂ. എടോ, ഞങ്ങളൊക്കെ അപരിഷ്കൃതരാണ്, പഴഞ്ചൻ ഖുറാഫികളായ ആൾക്കാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുക. ഞങ്ങളൊക്കെ ഈ പഴഞ്ചന്മാരും ഹുസേനക്കന്മാരാണെന്ന് പറഞ്ഞ് പഴഞ്ചന്മാരും ഹുസേനക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഈ കോലാകാലം ഒന്നും ഇവിടെ വരത്തില്ലായിരുന്നു. അല്ലാതെ വെറും ഒന്നും അറിയാൻ വയ്യാത്ത പഴഞ്ചന്മാര് ഖുറാഫികളാണെന്ന് പറയാൻ ധൈര്യം ഇട്ടോളാ ചെറുപ്പക്കാർ. ഞങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്ത്രീകളെ ഇറക്കിയിട്ട് പഠിക്കുന്ന പരിപാടിക്ക് കുറച്ചു കാലം കൂടി ഇവരുടെ ആഗ്രഹം അല്ലാഹു തആല പൂവണിയിപ്പിക്കാതെ ഇവരെ അല്ലാഹു തആല ആ ഉദ്ദേശത്തിൽ നിന്ന് അവരെ തകർത്ത് തരിപ്പണമാക്കാൻ നമ്മൾ ദുആ ചെയ്യുക, അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുക. ഇനി മറ്റൊന്ന്, പെണ്ണുങ്ങളെല്ലാവരും പള്ളിയിൽ പോയി. എന്താ ഇയാൾ പള്ളിയിൽ പോകുന്നു? പെണ്ണുങ്ങളെല്ലാം നിസ്കരിച്ചാൽ ഇവിടെ ആദ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയൊന്നും പുതിയത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ലവരാകാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ കർമ്മഭീ ഉപയോഗിക്കുന്നെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ നല്ലവരാകാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ കർമ്മഭീ ഉപയോഗിക്കുന്ന അതുപൂർണ്ണമായി ഉത്തരാഭീ ഉപയോഗിക്കില്ല. ആദ്യം പറഞ്ഞു പോയി. നേരെ പറ്റി പറയണ്ട. എന്നാലും എൻ്റെ നിയമവശം ഒന്ന് പറയാമോ? ഖുർആനിൽ നിന്ന് ഒരായത്ത് നമ്മളെല്ലാവരെയും ഇട്ട് വിഷമിപ്പിക്കുന്ന ഒരായത്തുണ്ട്. അതെന്തുവാ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ ആയത്തിൽ പെണ്ണുങ്ങളും ആണുങ്ങളും വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ സ്ത്രീയും പുരുഷനും പോകണ്ടേ? സത്യവിശ്വാസികളെ ജുമാ ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഉളറിപ്പോകണം, വേഗം പോയിക്കൊള്ളണം സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പോകണ്ടേ? ഇതാനൂതിയ സ്ഥല ചെറുപ്പക്കാർ ശ്രദ്ധിക്കാനാ. സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് നിങ്ങൾ പള്ളിയിൽ നിന്ന് വിളി കേട്ടാൽ ഫസ്റ്റ് ആവില്ലാതിരിക്കില്ല,
നിങ്ങൾ പള്ളിയിലേക്ക് ഉടനെ പോകണം. ഈ സ്ത്രീയും പുരുഷനും ബാക്കാവല്ലേ? അതല്ല സുന്നികൾ പറയുക, നമ്മൾ പഴമക്കാർ പെണ്ണുങ്ങളെ പോകണമെന്നില്ല പള്ളി, ആണുങ്ങൾ. അങ്ങനെയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ സത്യവിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി. അപ്പം ആണുങ്ങൾ നോമ്പ് പിടിച്ചാൽ മതിയാ, പെണ്ണുങ്ങൾ നോമ്പ് പിടിക്കണ്ടേ? അവിടെ ആണുങ്ങൾ മാത്രം, ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങൾ. അത് ശരിയാണ്. അവിടെ രണ്ടുപേരും പോണം. ആമനൂന്നാ പറഞ്ഞു. എന്താ എഞ്ചിനീയർ പറയ അനങ്ങാതി? എഞ്ചിനീയറും ഒന്ന് നോക്കിയാൽ കാണത്തില്ല, ഞങ്ങൾ തന്നെ നോക്കാം. അപ്പൊ ഈ ആമനൂന്ന് വിളിച്ചാൽ ഒരു സ്ഥലത്ത് രണ്ടുപേരും, ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരാൾ മാത്രം. അത് ന്യായമാണ്. ഇത് സാധാരണ ഗതിയിൽ ചെറുപ്പക്കാർ വിഷമിച്ചു പോകും. ഇതിങ്ങനെ വായിച്ചു അല്ലൊരു അർത്ഥം പറഞ്ഞു കൊടുത്താൽ അത് ആ സംശയം ഞാൻ തീർത്തിട്ടും വേണേൽ നമുക്ക് നിർത്താം. അതുകൊണ്ട് യുവാക്കളെല്ലാം ശ്രദ്ധിച്ചു. ഈ ആമനു 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 എന്ന് ഖുർആനിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാ എഴുത് മനസ്സിൽ. ആമനു എന്ന് പല വിധത്തിലും പല തരത്തിലും ഖുർആൻ ആമനുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാകും. ആമനു എന്ന് പറഞ്ഞാൽ പെണ്ണിനും ആണിനും ബാധകമാണ്. അങ്ങനെ ഒരു ആമനുണ്ട്. രണ്ടു കൂട്ടരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള വിളിയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു. മറ്റൊന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആമനുവും ഉണ്ട്. മൂന്നാമത്തെ ഒരു ആമനു ഉണ്ട്. ആമനു എന്ന് വിളിച്ചാൽ പ്രധാനമായി പുരുഷന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും സ്ത്രീകൾക്കും വേണമെങ്കിലാകാം. ഇങ്ങനെ മൂന്ന് വിധത്തിൽ ആമനു ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളണം ചെറുപ്പക്കാർ. ഖുർആനിൽ ആമനു എന്ന് മൂന്ന് ജാതിയും. അതിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് നിർബന്ധമാക്കിയതുപോലെ. അവിടെ ആമനു എന്ന് വിളിച്ചാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഖുർആനിൽ ധാരാളമായി പലയിടത്തുമുണ്ട്. ആണിനെയും പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു 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 എന്ന് വിളിച്ചത്. ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും ആമനു എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുദാഹരണം കേൾക്കണ്ടേ? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നക്കഹതുമുൽ മുഅ്മിനാതി, സത്യവിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം ചെയ്താൽ. ഇവിടെ മൂമിനത്തുകളായ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം ചെയ്യുമ്പോൾ, അവിടെ പെണ്ണുങ്ങളെ കല്യാണം ചെയ്യാറില്ലല്ലോ. അത് നിങ്ങളുടെ മുഖത്ത് മനസ്സിലായ മട്ടം കാണുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നക്കഹതുമുൽ മുഅ്മിനാതി, സത്യവിശ്വാസികളെ നിങ്ങൾ മൂമിനത്തുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യണമെന്ന് കുറെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആമനു എന്ന് പറയുന്ന ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ആമനു. മനസ്സിലായില്ലേ? ഇനിയുമുണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ യഹല്ലു ലക്കും അൻ തരിഥു നിസാ കർഹാ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യഹല്ലു ലക്കും നിങ്ങൾക്ക് ഹലാലല്ല അൻ തരിഥുൽ നിസാ കർഹാ, പെണ്ണുങ്ങളെ അനന്തര സ്വത്തായിട്ട് പകുത്തെടുക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ ബാപ്പായുടെ ഭാര്യമാരെയും അതുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അനന്തര സ്വത്തിൽ ചേർത്ത് പകുക്കുന്ന ഒരു സ്വഭാവം എന്ന കുഫാറിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനെ തടഞ്ഞതാണ് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യഹല്ലു ലക്കും അൻ തരിഥു നിസാ, പെണ്ണുങ്ങളെ അനന്തര സ്വത്തായിട്ട് നിങ്ങൾ പകുത്തെടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ ആമനു എന്ന് വിളിച്ചത് ആരെയാണോ? ആണിനെ പറഞ്ഞ ആണിനെ മാത്രം. അപ്പൊ ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആമനുണ്ട്, ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആമനുണ്ട്. പ്രധാനമായിട്ട് ആമനു ആണുങ്ങളാണ്. എന്തുകൊണ്ട്? സത്യവിശ്വാസികളെ, നിങ്ങൾ മുശ്രിക്കുകളോട് ജിഹാദ് ചെയ്യുമ്പോൾ എന്നുള്ളതുണ്ടല്ലോ,
യലൂനക്കും സത്യവിശ്വാസികളെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അവിടെ പ്രധാനമായി ആ ആമനു ആണുങ്ങളെ ഉദ്ദേശിക്കുന്നു. പെണ്ണുങ്ങളും അത്യാവശ്യത്തിന് ചിലപ്പോഴൊക്കെ യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അത് വളരെ വിരളമായിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിച്ചല്ലോ. ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്. ആണിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് വിളിച്ചിട്ടുണ്ട്. പ്രധാനമായി ആണുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ആമനു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇനി എന്തോ നമുക്കറിയേണ്ടത്, നമ്മുടെ ചർച്ചാ വിഷയമായ ആമനു ഉണ്ടല്ലോ, അവൻ ഏതിൽ പെടുമെന്ന് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ? ആമനു ഇതാലുദിയ സ്വലാത്തി യൗമൽ ജുമാഅത്തി എന്ന് പറഞ്ഞ ആമനു അത് എതിൽ പെടുമെന്ന് നമുക്ക് ചിന്തിച്ചു പിരിയാം. അത് ഞങ്ങൾ പറയുന്നു അത് പുരുഷനെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ആമനുവാണെന്നാ. അങ്ങനെ അതിനൊന്നും തെളിവ് അങ്ങനെ ഉള്ളതിന് ആ ആയത്തിന്റെ ബോഡി പരിശോധിച്ച് നോക്കിയാൽ പുരുഷന്മാർക്കാണെന്നാ തോന്നുന്നത് ഞങ്ങൾക്ക്. അതെന്താ? ആമനു ഏ സത്യവിശ്വാസികളെ. നേരെ മറിച്ച് ആമനു എന്നുള്ള പദം പുല്ലിംഗമാണ് കേട്ടോ. ആമനു അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ആമനത്തെന്താ പറയാൻ അല്ലേ? അപ്പൊ അതിപ്പോ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അപ്പൊ ആമനു ഏ സത്യവിശ്വാസികളെ ജുമാ ദിവസം പള്ളിയിലേക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഉടറിപ്പോകണം. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കടയുടെ ഷട്ടറെല്ലാം ഇട്ടോളണം. സത്യവിശ്വാസികളെ പള്ളിയിൽ നിന്ന് ജുമാ ദിവസം വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് ഉടറിപ്പോകണം. നിങ്ങളുടെ കടയെല്ലാം പൂട്ടി അടച്ചോളണം, കച്ചവടം നിർത്തിച്ചോളണം. നിങ്ങളുടെ ഈ അടുത്ത ടൗണിൽ പെണ്ണുങ്ങളാണ് കച്ചവടക്കാർ. അപ്പൊ പള്ളിയിലേക്ക് പോകണം, കട ഷട്ടറെല്ലാം ഇടണമെന്ന് പറഞ്ഞ ആളുകളോട്. പക്ഷേ അങ്ങനെ ഞാൻ പറയത്തില്ല. റയറായിട്ട് പലയിടത്തും പല പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റുപോകും അല്ലേ? അല്ല, അങ്ങനെയല്ലേ. കച്ചവടം നിർത്തണം. അങ്ങനെ പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരന്നു പോകണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സമ്പാദിച്ചു. ജുമയെ കഴിഞ്ഞങ്ങോട്ട് കമ്പോളത്തിൽ പോയിട്ട് മീനാ തേങ്ങായ മറ്റേതാ പച്ചക്കറിയോ കുന്തമൊക്കെ സമ്പാദിക്കാനൊക്കെ ഭൂമിയിൽ നിങ്ങൾ പരന്നു പോകണം. വീട്ടിനകത്തടങ്ങി ഒതുങ്ങിയിരുന്നു കൊള്ളണമെന്ന് കൽപ്പിച്ച ഖുർആൻ ഇപ്പോഴെന്ത് പറഞ്ഞു? ജുമ കഴിഞ്ഞിട്ട് എല്ലാവരും പെണ്ണുങ്ങളെ നിങ്ങൾ പരന്നു പോകണമെന്ന് പറയാൻ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്, പരസ്പര വിരുദ്ധമായി പോയി. അത് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പുരുഷനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ ആയത്ത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി ആമണവും കൊണ്ടുവന്ന് കിടന്ന് പെണ്ണ് ആളുകളെ ഇടങ്ങേറാക്കാൻ നടക്കണ്ട. ആമനു എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ്, പെണ്ണുങ്ങൾക്കില്ല. അപ്പൊ നമ്മൾ 3 കാര്യമാണ് നോക്കേണ്ടത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം, അവരെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നതിന് ഖുർആനിൽ വല്ല അനുകൂലവും വല്ലതും ഉണ്ടോ? പിന്നെ നമുക്ക് നോക്കേണ്ട ഹദീസിൽ വല്ല അനുകൂലം ഉണ്ടോ? പിന്നെ നമുക്ക് നോക്കേണ്ട ഇബാറത്തിൽ വല്ലതും സഹായം ഉണ്ടോ? പണ്ഡിതന്മാരുടെ ഇബാറത്ത് അല്ലേ? ഇത് 3 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നടക്കുന്ന നടപടിക്രമങ്ങൾ അങ്ങനെ ഒന്നുകൊണ്ടോ ഇത്ര നോക്കി കഴിയുമ്പോൾ തീർന്നു അല്ലേ? ഖുർആനിൽ ഈ പറഞ്ഞ ആമനുന്റെ കേസ് അവിടെ നിൽക്കട്ടെ. പള്ളി എന്ന് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ പരന്നു പോകണമെന്ന് ആണുങ്ങളോട് പറഞ്ഞിരിക്കുക. അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടിയാ പള്ളി ഉണ്ടാക്കുന്നില്ല, പെണ്ണുങ്ങൾക്ക് തന്നെ പള്ളി. ഭൂമിയിൽ ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു പള്ളിസ്ഥലം ഒക്കുകയില്ലായിട്ട് ഒരു സംഭവം ഭൂമിയിൽ എവിടെങ്കിലും ഉണ്ട്? അല്ല, ഇല്ല, അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ നിയമവശം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി ആണുങ്ങൾക്ക് തന്നെ ഉള്ളതാണ്, പെണ്ണുങ്ങൾക്കുള്ളതല്ല. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കേട്ടോ, ഫീ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാലുൻ ലാ തുൽഹീഹിം. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ അതിനെ പടുത്തുയർത്തപ്പെടാൻ കൽപ്പിക്കപ്പെട്ടുള്ള ചില വീടുകൾ, അതിൽ അല്ലാഹു
അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അതല്ല അവന്റെ പേര് ഇസ്മു അവന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന തരത്തിൽ. അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, പിന്നെ യുസബ്ബിഹു ലഹു ഫീഹാ, ആ പള്ളികളിൽ ദിക്ർ ചൊല്ലും നിസ്കരിക്കുമെന്നർത്ഥം. ആര്? ഫീഹി റിജാലുൻ, പുരുഷന്മാർ നിസ്കരിക്കും. ആ പള്ളികളിൽ പുരുഷന്മാർ നിസ്കരിക്കുമെന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാലുൻ. ആണുങ്ങൾ പോയി നിസ്കരിക്കുക പള്ളിയിൽ. ആ പടുത്തുയർത്തപ്പെടാൻ കൽപ്പിച്ച പള്ളിയില്ലേ, ആ പള്ളിയിൽ പുരുഷന്മാര് പോയി നിസ്കരിക്കും. ഇനി നിങ്ങൾ കേട്ടോ, ഫീ ബുയൂത്ത് ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ നുസ്സസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ. അവിടെയും പറഞ്ഞു പള്ളിയിൽ പുരുഷന്മാര് പോയി നിസ്കരിക്കും. പുരുഷന്മാര് പോയി അല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹു വറസൂലഹു يحلفون إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. പിന്നെ ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ പോയി ഒരിക്കലും നിസ്കരിക്കരുത്. അതേ സമയത്ത് മസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ, നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ തഖ്വയുടെ മേൽ വെച്ച പള്ളിയുണ്ടല്ലോ, ആ പള്ളിയാണ് നിസ്കരിക്കാൻ ഏറ്റവും ഹക്കായ പള്ളി. അതിൽ പുരുഷന്മാർ പോയി നിസ്കരിക്കും. തഹാറത്ത്, ശുദ്ധിയെ പ്രതീക്ഷ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ പോയി നിസ്കരിക്കും. അപ്പൊ ഖുർആനിൽ ഈ തരം ധാരാളം കാണാം. പള്ളികളിൽ പുരുഷന്മാർ പോയി നിസ്കരിക്കുന്ന. അപ്പൊ ഇതുകൊണ്ടും നേരത്തെ പറഞ്ഞ ആയുവല്ലതിന് ആമന വിധാനത്ത് അത് ആണുങ്ങൾ തന്നെയാണെന്നുള്ളത് തർക്കത് അല്ലേ. പള്ളി എന്ന് പറഞ്ഞപ്പോ ആണുങ്ങൾ പോയി നിസ്കരിക്കാനുള്ളതാണ്, പെണ്ണുങ്ങളല്ല. മനസ്സിലായിട്ടോ? അപ്പൊ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വലിയ സഹായമൊന്നും ഇവർക്ക് കിട്ടത്തില്ല പള്ളിയിൽ പോക്കാർക്ക്. ഇത് ഞാൻ പറയുകയല്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണം. നീ ഹദീസും കൂടെ നോക്കാം. അവൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്തും, എനിക്ക് വയ്യാന്ന് പറയും. ഇപ്പൊ ചെറുപ്പക്കാർ പറയും ഇയാൾ വാക്കുമാറുന്ന ആളാ, ഇപ്പൊ നിർത്തുമെന്ന് പറയും. എന്നിട്ട് നിർത്തുന്നില്ലെന്ന് ചെറുപ്പക്കാരൻ അവൻ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയായിപ്പോയി. ഇയാൾ ഒരുപാട് സമയം പറഞ്ഞല്ലോ ഇപ്പൊ നിർത്തുമെന്ന്. ഇയാൾ വാക്ക് പാലിക്കത്തില്ല എന്നിപ്പോ അവന്മാർ ചിന്തിക്കുക. എടാ കൊച്ചുങ്ങളെ, ഒരു വാക്ക് കൂടുതൽ പറയാൻ എൻ്റെ ആഗ്രഹം കൊണ്ടാണ്, നിങ്ങളെല്ലാവരും ഇരിക്കുന്നില്ലേ. അപ്പൊ ഇപ്പൊ ഖുർആൻ കൊണ്ട് ഞാൻ പറഞ്ഞത് ഏകദേശം അത്രയും മതി, പോരെ? ഞാൻ കൊണ്ട് ഒരുപാടൊന്നും വേണ്ട. ഇനി ഹദീസിലോട്ടൊന്ന് കിടക്കാം. ശരിക്കും ശ്രദ്ധിച്ചോളണം. ഹദീസ് പെണ്ണുങ്ങളെ കൊണ്ട് പള്ളിയിൽ പോകുന്നതിന് അനുകൂലമായിട്ടും എല്ലാം കാണാം. ഒന്നാമത് മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഒരുപോലെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. ഞാനത് പറയാറില്ല. ബുഖാരിയുടെ ഹദീസ് ഉണ്ടോ മുസ്ലിം ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. സഹീഹ ഹദീസ് ഉണ്ടോ എന്ന് വേണമെന്ന് ചോദിച്ചോ. അതേ സമയത്ത് തർഹീബിന് വേണ്ടി ദഈഫായ ഹദീസ് സ്വീകരിക്കാൻ മുസ്തഹബാണെന്ന് നബവി ഇമാം എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ അപ്പുറത്ത് നീ എന്തോ പറയാണ് തർഹീബിന്. അപ്പം ഇവിടെ പറഞ്ഞത് അതാ ഹദീസ് മുത്തഫഖുൻ അലൈഹി. ലഖദ് ഹമംതു അൻ ആമുറ ബിഹസബിൻ. എന്നെ അകത്ത് കയറിയിരിക്കണം അല്ലേ. എടോ, ഞങ്ങള് മുമ്പ് സ്റ്റേജ് തെക്കോട്ട് മടക്കോട്ട് നടന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ്. അതെ, പഴയ കാലത്തൊരു ഷുവർ, അതിപ്പോ ഇടിച്ചു വിടുന്നു. ഷുവർ മൈക്ക് എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് സംസാരിച്ചാലും കേൾക്കുന്നു. സ്റ്റേജിൽ എവിടെ നിന്ന് സംസാരിച്ചാലും അത് പിടിച്ചോളൂ. എന്നിട്ട് ഞാനിങ്ങനെ നടന്ന് പ്രസംഗിക്കാം സ്റ്റേജിൽ. അപ്പോൾ ലഖദ് ഹമംതു അൻ ആമുറ, ഇത് അത് പ്രസംഗമൊന്നുമല്ല, ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പരിപാടി. ലഖദ് ഹമംതു അൻ ആമുറ ബിഹസബിൻ എന്ന ഹദീസ് ഉണ്ട് മുത്തഫഖുൻ അലൈഹി. ഒരു ദിവസം എനിക്ക് തോന്നി നബി പറയുക അൻ ആമുറ ബിഹസബിൻ. എന്താ മാന? പറ. വിറക എന്തോ തന്നെ വിറക് ഒരക്ക് തീ കത്തിക്കാനാ? വിറകാണ? അവന്റെ പെരക്ക് തീ കത്തിക്കുക. ഒരാളെ മാവ് വെട്ടി വിറകാക്ക, പെരക്ക് തീ കത്തിക്കാൻ അവർ പറയൂ. അവിടെ എന്താ പിന്നെ വിറകെന്ന് പറയാം? ചൂട്ട് അല്ലേ? ചൂട്ട് കത്തിച്ചിട്ടല്ലേ ഇവര്? അതേ ഉള്ള അർത്ഥം. അതിന് വിറകൊന്നും അർത്ഥം വെക്കണ്ട. അപ്പൊ ആരെങ്കിലും ഒരാളിനെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് ചൂട്ട് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ജമാഅത്തിന് ഹാജരാകാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിക്കണമെന്ന് എനിക്ക് തോന്നി.
മുത്തഫഖുൻ അലൈഹി. ജമാഅത്തിന് ഹാജരാകാത്ത പുരുഷൻ ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകൾ കത്തിക്കണമെന്ന് എനിക്ക് തോന്നി. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ അലൈഹി. ഈ വേറൊരു റിവായത്തിലുണ്ട്, ആ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ അവന്റെ വീട് ഞാൻ കത്തിച്ചു കളയുമായിരുന്നു. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കുക, അല്ല അങ്ങോട്ട് പോവുകയല്ല. ഈ ആട്ടിക്കാൻ പോട്ട് ോട പറഞ്ഞിട്ടുണ്ടാണ് എല്ലാ ഭാഗത്തോട്ടും പോകണ്ടേ കാര്യം. അപ്പൊ ഹദീസ് നമുക്ക് അനുകൂലമല്ല. ആണോ? അല്ല. അന്നിസാവു വേറെ ഹദീസ്, അന്നിസാവു അല്ല, അൽ മർഅത്തു ഔറത്തുൻ, അൽ മർഅത്തു ഔറത്തുൻ ഇദാ ഖറജ ഇസ്തസ്റബഹാ അൽ ശൈത്വാനു. ആ ഹദീസിന്റെ ബാക്കി അങ്ങോട്ട് പറയാം, കുറച്ച് പറയാം. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മറച്ചു വെക്കേണ്ടത്, മറച്ചു വെക്കേണ്ട സാധനം. അതാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. അവര് പുറത്തിറങ്ങി യാത്ര ചെയ്യാവുന്ന അങ്ങോട്ട് ഒരുങ്ങിയാൽ, വൈദാഹർ അവർ പുറത്തേക്ക് പോയാൽ ശൈത്താൻ അവരെ പുറകെ കൂടും. പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ തന്നെ അയാൾ പുറകെ വരും. എന്നിട്ട് അങ്ങോട്ട് നോക്കിച്ച് ഇങ്ങോട്ട് നോക്കിച്ച് മേപ്പോട്ട് നോക്കിച്ച് കീഴോട്ട് നോക്കിച്ച് അവിടെ നിന്നവന്മാരെ കൊണ്ടിടാ, അതേ പോടാ, അതേ പോകുന്നുണ്ടടാ, അവിടെ പോക്കണ്ടടാ, നോക്കടാ. ചുരുക്കി പറയാം, അവിടെ പോയില്ല, അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതിനുള്ളിൽ ഒരു വട്ടപ്പാവം അവിടെ തലയെ കയറ്റി വിടും. അല്ലാഹുവിന്റെ റസൂല് പറയുകയായിരുന്നു, പെണ്ണുങ്ങൾ പുറത്തു പോയാൽ ശൈത്താൻ അവരുടെ കൂടെ കൂടും. അതുകൊണ്ട് ഏറ്റവും നല്ലത് അഖറബു മാ തകൂനു മിൻ വജ്ഹില്ലാഹി മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖൈരി ബൈതിഹാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും അടുത്ത കാര്യം അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവളുടെ വീട്ടിന്റെ അകത്ത് വെച്ച് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടേ. പെണ്ണുങ്ങൾ പുറത്തു പോയാൽ ശൈത്താൻ അവരോട് കൂടെ കൂടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അവരുടെ കാര്യങ്ങൾ വീട്ടിന്റെ അകത്ത് വെച്ച് ചെയ്തു കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഉമ്മു സൽമത്ത് ബീവി ഈ കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖൈറു സലാത്തിൻ നിസായി ഫീ ഖൈരി ബുയൂതിഹിന്ന. ഉമ്മു സൽമത്ത് ബീവിയോട് നബി പറഞ്ഞതാ, പെണ്ണുങ്ങളുടെ നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും നല്ല നിസ്കാരം അവരുടെ വീട്ടിന്റെ ഉള്ളിലാണ്. ഇന്ന അഹബ്ബ സ്വലാത്തിൻ തുസല്ലിഹൽ മർഅതു ഇലല്ലാഹി അൻ തുസല്ലിയ ഫീ മക്കാനിൻ അശദ് ഫീ മക്കാനിൻ ഫീ ബൈതിഹാ അന്ന ഫീ ബൈതിഹാ ളുൽമതൻ. റസൂലുള്ളാഹി പറയുക, നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരം അവളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും ഇരുണ്ട മുറിയിൽ നിന്ന് നിസ്കരിക്കുന്നതാണ്. ലൈസ അലൻ നിസാഇ ഗുസ്ഉൻ വലാ ജുമുഅത്തുൻ വലാ തശയ്യഉ ജനാസത്തിൻ. പെണ്ണുങ്ങളുടെ മേൽ ഇല്ലേ ഇല്ല എന്ത്? യുദ്ധത്തിന് പോകൽ. ലൈസ അലൻ നിസാഇ ഗുസ്ഉൻ, യുദ്ധം പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. വലാ ജുമുഅത്തുൻ, ജുമുഅയും അവർക്ക് പറഞ്ഞിട്ടില്ല. വലാ തശയ്യഉ ജനാസത്തിൻ, ജനാസയെ പള്ളിയിലേക്ക് കൊണ്ടുപോകുക കൂടെ പോകുന്ന പരിപാടിയും പെണ്ണുങ്ങൾക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഹദീസാണോ? ഇതെല്ലാം താഴിപ്പാടെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളോ? ഇങ്ങനെ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ വലിയ ഒരു സഹായം അവർക്ക് കിട്ടത്തില്ല. അതിനു പുറമെ ഇവിടെ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ജോലിയാണ്. ജുമാക്ക് പോൽ പെണ്ണുങ്ങൾക്ക് അവർക്ക് യുദ്ധമില്ല, ജുമാ ഇല്ല, അതുപോലെ തന്നെ മയ്യത്തിന്റെ പുറകെ പോകലും ഇല്ല. അപ്പൊ ജുമാക്ക് പോൽ എന്തോ പരിപാടി? ആരുടേതാ? ആണുങ്ങളുടെ പരിപാടിയാണ്. പുരുഷന്റെ പണി നടത്തുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പള്ളിയിലോട്ട് പോകുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ പരിപാടി, ആണുങ്ങളുടെ വേഷവും ആണുങ്ങളുടെ പ്രവൃത്തിയും ഏറ്റെടുക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വേഗം നിർത്തണം എന്ന് പറഞ്ഞപ്പോ ഹദീസിന്റെ പിന്തുണയും പള്ളി പോക്കുകാർക്ക് ഇല്ല. ഇനി എന്താ വേണ്ടത്?
ഇനി എന്തോ നമുക്ക് നോക്കണ്ട, ഇബാറത്തിന്റെ വല്ലതും ഉണ്ട് അല്ലേ? ഇബാറത്ത് കൊണ്ട് വല്ല എന്തൊന്നും ഉണ്ടോ എന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് വേണം നിർത്താം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ നടത്തിപ്പ് നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം 4000 താപീയങ്ങളെ നേരിട്ട് കണ്ടിട്ടാണ് സഹാബത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ച് കിതാബ് എഴുതിയെന്ന് അവർ ഇമാമുൽ ആദം 4000 താപീയങ്ങളെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്തു സഹാബത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട്. അങ്ങനെയാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ തന്റെ സുപ്രസിദ്ധമായ കിതാബുൽ ഉമ്മിന്റെ ഹാമിഷിലൊരു കിതാബുണ്ട്, ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയും. ആ കിതാബിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഹദീസുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിലാഫുൽ ഹദീസ്. എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നു ഇമാം ഷാഫി, മാലിന്ദു അഹദം മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദം മിൻ നിസാഇഹി ബിതിയാൻ ജുമ്മത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ വലൗ കാന ലഹുന്ന ഫളൻ അമറുഹുന്ന. ഇമാം ഷാഫി തങ്ങൾ തന്റെ സുപ്രസിദ്ധമായ കിതാബുൽ ഉമ്മിന്റെ ഹാമിഷിൽ എഴുതിയിട്ടിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? മാരി വളരെ ശ്രദ്ധിച്ച് ഒരൊറ്റ ഇബാറത്ത് മതി, ഒന്നും വേണ്ട. ഷാഫി ഇമാമ് കള്ളം പറഞ്ഞ് നീ പറയേണ്ടി വരും കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഷാഫി ഇമാമ് ഒറ്റ കള്ളം പറഞ്ഞതിന് പെണ്ണുങ്ങളുടെ തലാക്ക് വാങ്ങിച്ച ആരിമീങ്ങൾ നിങ്ങളുടെ രാജ്യത്തുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അത് മാത്രമല്ല, എൻ്റെ ഉസ്താദ് ഓച്ചറ ഉസ്താദ് എന്ന് പറയുന്നത് ഒരൊറ്റ കള്ളം പറഞ്ഞതിന് രണ്ടാമത്തെ മകളുടെ ഭർത്താവ് തലാക്കൊന്നും മേടിച്ചു. മരണം വരെ ആ കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തപ്പോൾ തിരിച്ചെടുപ്പിച്ചു. ഒരു കള്ളം പറഞ്ഞതിന് മകളുടെ തലാക്ക് ലഭിച്ചു. ഉസ്താദന്മാരുടെ ശിഷ്യന്മാരായ ഇത്രമാത്രം കള്ളത്തെ വെറുക്കുന്ന ഈ ലോകത്തുള്ള പണ്ഡിതന്മാരാണെങ്കിൽ ഇവിടെ നിന്ന് 1400 കൊല്ലം 300 കൊല്ലത്തിനപ്പുറത്ത് റസൂലുള്ളാഹിയുടെ സിറാജുൽ മുനീർ എന്ന ലൈറ്റിന്റെ പ്രഭാപ്രസരം നേരിട്ട് ഏറ്റുവാങ്ങിയ താബീങ്ങളും താബീങ്ങളും പെട്ട ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ കള്ളം എഴുതി വെച്ചെന്ന് പറയാൻ റഹ്മാനായ തമ്പുരാനെ അവൻ സൂൽ ഖാത്തിമത്തങ്ങൾ ചിന്തിച്ചാൽ ഒരു കാഫിറായി ചത്തുപോവുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അങ്ങനെ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ലഖദ് ഹമം എന്താ അന്നേരം ഓർത്ത് വിലങ്ങ് മറന്നുപോയി. മാലിന്ദു അഹദം മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദം മിൻ നിസാഇഹി ബിതിയാൻ ജുമ്മത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരി. മാലിന്ദു ഞാൻ അറിയില്ല, അമറ അഹദം മിൻ നിസാഇഹി ബിതിയാൻ ജുമ്മത്തിൻ വലാ ജമാഅത്തിൻ, ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ കൽപ്പിച്ചതായിട്ട് എന്റെ മുൻഗാമികളിൽ ആരെയും ഞാൻ അറിയില്ല. വലൗ കാന ലഹുന്ന ഫളൻ, ആ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയി ഇമാമുൻ ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ വല്ല ഗുണവും ഉണ്ടായിരുന്നുവെങ്കിൽ അമറുഹുന്ന, തീർച്ചയായിട്ടും അവർ കൽപ്പിക്കുമായിരുന്നു. സഹാബത്തും താബഈങ്ങളും പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ബോധ്യപ്പെടും. ഷാഫി ഇമാമിന്റെ കിതാബിന്റെ പ്രസിദ്ധമായ ഉമ്മിന്റെ ഹാമിഷിൽ എഴുതിയിരിക്കുന്നു. ഇമാം ഷാഫി എന്റെ മുൻഗാമികൾ ആരെ എനിക്ക് അറിഞ്ഞുകൂടെന്ന് ഇമാം ഷാഫി പറഞ്ഞാൽ ആരായി മുൻഗാമികൾ? വേഗം പറഞ്ഞോളണം. ഷാഫി ഇമാമിന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബത്തുകൾ. അങ്ങനെ പറ, സഹാബത്തും താബഈങ്ങളും. അപ്പൊ ഷാഫി ഇമാം എന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സഹാബത്തും താബഈകളിലും ആരെയും എനിക്ക് അറിഞ്ഞൂടാ. എടോ, റസൂലുള്ളാഹിയിൽ നിന്ന് 100 ചില്ലുവാനം കൊല്ലം അകലെ ജനിച്ച ഷാഫി ഇമാമിന് സഹാബത്തും താബഈങ്ങളും എന്ത് ചെയ്തെന്ന് പറഞ്ഞെന്ന് അറിയുന്നത് നമ്മളെക്കാൾ കൂടുതൽ അറിയില്ലേടാ പോത്തെ. ഈ 1500 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ അറിയില്ലേ 100 ചില്ലുവാനം കൊല്ലം അകലെ നിൽക്കുന്ന ഷാഫി ഇമാമിന്? അറിയൂടെ? വേറെ ഒരു സാധാരണക്കാരനാണെന്ന് വെച്ചോ ഇമാം ഷാഫി തങ്ങൾ. ആരാ ഷാഫി ഇമാമിനെ പിൻപറ്റി പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ഖുദ്വത്തുൽ ഖാദാത്തി മിസ്ല ഖുതുബി ജൈലാൻ ഖതഫ كذا الغزالي والنووي بالإمام الشافعي. ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് സുൽത്താൻ മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ബഹുമാനപ്പെട്ട ഇമാം നവവി തുടങ്ങിയ മുഴുവൻ ഇമാമിയങ്ങളും ഷാഫി മദ്ഹബുകാരാണ്. ആ മദ്ഹബിനെ പിൻപറ്റി പോകുന്ന ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പോലത്തെ മഹാന്മാര്, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി, ബഹുമാനപ്പെട്ട അബുൽ മുആലി മുഹമ്മദ് ജുവൈനി, ബഹുമാനപ്പെട്ട അബൂബക്കർ ഖഫാൽ മറൂസി, ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് മറൂസി,
ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ സഈദ് അൽ അൻമാസി, ബഹുമാനപ്പെട്ട മുസ്നി, ഇവര് മുഴുവനും ശാഫി ഇമാമിന്റെ മദ്ഹബുകാരാണ്. അറിയാമോ അതിനൊക്കെ? ഉസ്താദ് ഇമാമിന്റെ കാര്യമായി പറയും. ആരാ ഉസ്താദ് ഇമാം? ആരാടാ? എടാ ഒച്ചനെ എടാ പറയടാ, ആരാ ഉസ്താദ് ഇമാം? നിനക്കറിഞ്ഞുകൂടെങ്കിൽ ബർനാഷായുടെ പുസ്തകം എടുത്ത് നോക്ക്, അതിനകത്ത് കാണാം. അയാളുടെ ക്രിറ്റിസിസം എന്ന പുസ്തകത്തിൽ നോക്കിയാൽ കാണാം. If there could have been a prophet after the prophet of Islam, Al-Ghazal would have been the man. ഇസ്ലാമിന്റെ പ്രവാചകന് ശേഷം ലോകത്തിന് പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഗസാലിയാണ്. If there could have been a philosopher after Aristotle or Plato, Al-Ghazal would have അരിസ്റ്റോട്ടലിനും പ്ലാറ്റോയ്ക്കും ശേഷം ലോകത്തിന് തത്വശാസ്ത്രജ്ഞൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗസാലിയാണ് എന്ന് ബർനാഷ എഴുതി വെച്ചിരിക്കുന്ന ആ ഗസാലി ഇമാമിനെ നിനക്കറിയാവോ? അറിയില്ല. 1000 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 1000 ഗ്രന്ഥം, ഒന്നിനും വിലയില്ല കേട്ടോ. 1000 ഗ്രന്ഥങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു ഗ്രന്ഥം മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് 36 ഓളയും എനിക്ക് ആമിന പുസ്തകം അയച്ചെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനത്തെ മഹാനായ ഗസാലി ഇമാം തങ്ങൾ, അവര് ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ഷാഫി മദ്ഹബുകാരാണ്. അങ്ങനത്തെ ഇമാം ഷാഫി പറയുന്നു, എന്റെ മുൻഗാമികളിൽ ആരും, എന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ താബിഈങ്ങളും സഹാബത്തിൽപ്പെട്ട ആരും അവരുടെ പെണ്ണുങ്ങളോട് ജുമാജമാഅത്തിന് പള്ളിയിൽ പോകാൻ കൽപ്പിച്ചതായി അറിയില്ല. വലൗകാന ഹുന്ന ഫളുൻ, അങ്ങനെ പോകുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർ കൽപ്പിക്കുമായിരുന്നു. ഇത് വിഭാഗത്തിന്റെ സ്ഥിതി എന്ത്? ഇതിന്റെ അപ്പുറത്തിന് ഒരു വിഭാഗത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാ ഒരു വിഭാഗത്തും കൂടെ പറഞ്ഞേക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി കുറച്ച് പുറന്നോട്ട് വരട്ടെ. എന്താ വലാ യതവഖഫു ഫീ മൻഹിന്ന ഇല്ലാ ഗബിയ്യുൻ ജാഹിൽ ഖലീലുൽ ബിദാഅത്തി ഫീ മഅരിഫത്തി അസ്റാർ ശരീഅത്തി ഖദ് തമസ്സക ബിദാഹിർ ദലീൽ ഹംലൻ അലാ ളാഹിരിഹി ദൂന ഫഹ്മി മഅനാഹു മഅ ഇഹ്മാലിഹിം ഫഹും ആയിഷത വമൻ നഹാ ലഹവഹാ ومع إهمال الآيات الدالة على تحريم إظهار الزينة وعلى وجوب غض البصر فالصواب الجزم بالتحريم والفتوى به انتهى وهذا حاصل مذهبنا ولا تغتر ممن تموه بلسانه وتفوه بما لا قدرة له. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫത്വാവിൽ അർത്ഥം പറയണ വേണ്ട, എന്നാലൊന്ന് പറഞ്ഞേക്കാം. പെണ്ണുങ്ങളെ പള്ളിയിൽ പോകുന്നതിന് തടയുന്ന വിഷയത്തിൽ ആലോചിച്ച് നിൽക്കുകയില്ല. ഇല്ല ഗബിയ്യുൻ ജാഹിലുൻ, വിവരം കെട്ട കൂസന്മാരല്ലാതെ. ഗബി എന്ന് പറഞ്ഞാൽ കൂസൻ എന്നാണ്. നേരെ നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കൂ. വലാ യതവഖഫു ഫീ മൻഹിന്ന, പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്ന വിഷയത്തിൽ ആലോചിച്ച് നിൽക്കുകയില്ല. ഇല്ല ഗബിയ്യുൻ ജാഹിലുൻ, വിവരം കെട്ട ഗബി അല്ലാതെ. ഖലീലുൽ ബിദാഅത്തി ഫീ മഅരിഫത്തി അസ്റാർ ശരീഅത്തി, ശരീഅത്തിന്റെ രഹസ്യം അറിയുന്ന, അറിവാകുന്ന ചരക്കില്ലാത്ത. എൽമേ, ചരക്കെന്ന് പറഞ്ഞാൽ അവിടെ എൽമ ഉദ്ദേശിക്കുന്നു. ശരീഅത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന, അറിവാകുന്ന ചരക്കില്ലാത്ത, വിവരം കെട്ട ഗബിയല്ലാതെ പെണ്ണുങ്ങളെ തടയുന്ന കാര്യത്തിൽ ആലോചിച്ച് നിൽക്കത്തില്ല. ഖലീലുൽ ബിദാഅത്തി ഫീ മഅരിഫത്തി അസ്റാർ ശരീഅത്തി ഖദ് തമസ്സക ബിദാഹിർ ദലീൽ, ഏതോ രേഖകളുടെ പ്രത്യക്ഷാർത്ഥത്തിൽ തെറ്റിദ്ധരിച്ച, ശരീഅത്തിന്റെ കണ്ണിയാൻ മനസ്സിലാക്കുന്നതിൽ കൈമുതലില്ലാത്ത, അറിവില്ലാത്ത ഗബിയല്ലാതെ പെണ്ണുങ്ങളെ തടയുന്ന കാര്യം ആലോചിച്ച് നിൽക്കുകയില്ല. ആയിഷ ബീവിയും അവരിലേക്ക് ചാഞ്ഞിട്ടുള്ളവരുമായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയും എതിർത്തുകൊണ്ടുള്ള, ആയിഷ ബീവിയൊക്കെ എതിർത്ത പിന്നെ ആരാണ് ഇത് പോണമെന്ന് പറയുന്നത്? ആയിഷ ബീവിയൊക്കെ പള്ളി പോകുന്നതിന് എതിർത്ത പിന്നെ പോണമെന്ന് പറയുന്ന നമുക്ക് ഏതാണ്? ആരാ? ജാഹിൽ. ومن نهى إهمالهم فهم عائشة ومن نهى نحوها, ആയിഷ ബീവിയെയും അവരിലേക്ക് ചാഞ്ഞിട്ടുള്ള പണ്ഡിത വിഭാഗത്തെയും ധിക്കരിച്ചുകൊണ്ട് وما إهمالهم فهم عائشة ومن نهى نحوها وما إهمال الآيات الدالة على تحريم إظهار الزينة وعلى وجوب غض البصر, അന്യരെ
കാണുമ്പോൾ അവരുടെ കണ്ണ് കീഴോട്ട് താത്തോടും എന്ന ഓർഡർ ഉൾപ്പെടെയുള്ള പരിശുദ്ധ ഖുർആനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളുടെ إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن ഖുർആൻ പെണ്ണുങ്ങളുടെ സൗന്ദര്യം പുറത്ത് കാണിക്കരുത് അവരുടെ പിതാവിന്റെ മുമ്പിലല്ലാതെ ഭർത്താവിന്റെ പിതാവിന്റെ മുമ്പിലല്ലാതെ ഭർത്താവിന്റെ ആദ്യത്തെ കുടിയിലുള്ള ആമക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിലല്ലാതെ സഹോദരങ്ങളുടെ മുമ്പിലല്ലാതെ സഹോദരന്റെ മക്കളുടെ മുമ്പിലല്ലാതെ സഹോദരിയുടെ മക്കളുടെ മുമ്പിലല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാനുള്ള നിങ്ങൾപ്പെട്ട പെണ്ണുങ്ങളുടെ മുമ്പിലല്ലാതെ അല്ലെങ്കിൽ ഇയാള് അലവിക്കാക്ക അല്ലാതെ അറിയാം അലവിക്കാക്കായെ പോലത്തെ ആൾക്കാർ പാടക്കാട്ട് ഒരു അലവിക്കാക്ക അയാളകത്ത് കയറി പോകും. അതുപോലെ ഒരു പരിശുദ്ധ അവിടെ അപ്പുറത്തോട്ടൊക്കെ പോകും അലവിക്കാക്ക. അവിടുത്തെ സ്പോട്ട് മാനേജിങ് ഡയറക്ടറാണ് അവിടെ കേട്ടാ. അത് അവിടെ എന്ത് കാര്യം കിട്ടിയാലും കൊണ്ട് തങ്ങളുടെ മുമ്പിൽ കൊണ്ട് കാണിക്കാതെ അപ്പുറത്ത് കൊടുക്കത്തില്ല. അപ്പൊ ഈ അലവിക്കാക്കാൻ പറഞ്ഞാലാണ് അതാണ് അവിത്താപിഴിന വൈദ്യ ഉരുൾ നിർബന്ധി പിന്നെ ശിജാരി പെണ്ണ് ആണുങ്ങളുടെ കൂട്ടത്തിൽ ലൈംഗികാസക്തി ഇല്ലാത്ത വൃദ്ധന്മാരായ പുരുഷന്മാർ വീട്ടിന്റെ ഹാദിമ്യങ്ങളുണ്ട്. അവരല്ലാതെ അവിത്താപിഴിന വൈദ്യ ഉരുൾ നിർബന്ധി പിന്നെ ശിജാരി പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ രഹസ്യം അറിയുന്ന കുട്ടികളും അല്ലാതെ അവരുടെ മുമ്പിലും അല്ലാതെ പെണ്ണുങ്ങളെ നിങ്ങളുടെ സൗന്ദര്യം വെളിവാക്കി പോകരുതെന്ന പരിശുദ്ധ ഖുർആന്റെ പരസ്യ പ്രഖ്യാപനങ്ങളെ ലംഘിച്ചുകൊണ്ടും അത് ലംഘിച്ചവരാണെന്ന് തടയാത്തത്. ഈ ഓർഡറിനെ ലംഘിച്ചവരാണ് പെണ്ണുങ്ങളെ തടയാത്തത്. അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയുക തരിച്ച ഹറാമാണെന്ന് ഫത്വ ചെയ്യണം. എന്ന് പറഞ്ഞിട്ടും ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് നിങ്ങൾ ചതിവ് വിട്ടുപോലെ യാതൊരു വിവരവും ഇല്ലാതെ നാക്കുകൊണ്ട് പളവളവളാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ വാക്ക് കേട്ട് നിങ്ങൾ വീണു ചതിവിട്ട് പോവല്ലേ. ഇത് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന മുല്ലാക്കന്മാർക്കൊക്കെ അറിഞ്ഞുകൊണ്ട് എടുത്തു നോക്ക്. ഭർത്താവേൽ വിഭാരത്ത് എങ്ങനെ ഉണ്ടോ? വിഭാരത്തിന്റെ കൂട്ട് സഹായം ഉണ്ടോ? അപ്പൊ ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, വിഭാരത്തും ഇല്ല, നിന്റെ തേങ്ങാക്കൊലയും ഇല്ല. പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ പോകുമ്പോ പെണ്ണുങ്ങളെ നല്ലോണം എല്ലാം ഒഴുങ്ങി ചട്ടയും പൗഡറും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് എന്താ ഇവിടെ ചോപ്പിക്കുന്നതിന്റെ പേരെന്തോ അതുമെല്ലാം പുരട്ടി നല്ല മണവസ്തുക്കളും ഒക്കെ അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ഭർത്താവിനല്ലാത്ത ഒരുത്തിന് വേണ്ടി അവള് സ്പ്രേ അടിച്ചു പോയാൽ ബഹുവല്ലാനിയത്തുനെന്ന് സഹിഹായ ഹദീസ് അവൾ വ്യഭിചാരിയാണ് എന്നാ റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ നീ റസൂലുള്ളാഹിയും വേണേ ആക്ഷേപിച്ചോടാ, നീ വേണേ അവിടെ കൂടെ കയറി പിടിച്ചെങ്കിലേ ശരിയാകത്തുണ്ട്. ഇമാമിയങ്ങൾ തെറ്റിദ്ധരിച്ചാൽ സഹാബത്തിനെ തെറ്റിദ്ധരിച്ചു, സഹാബത്തിനെ തെറ്റിദ്ധരിച്ചാൽ റസൂലുള്ളാഹി തെറ്റിദ്ധരിച്ചു, റസൂലുള്ളാഹി തെറ്റിദ്ധരിച്ചാൽ അല്ലാഹുവിനെ തെറ്റിദ്ധരിച്ചു. അപ്പൊ നീ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമികൾ ഇങ്ങനെയാ പറയുന്നത്. അത് ഈ പറഞ്ഞ അർത്ഥം ആയത്തിന്റെ അർത്ഥം ആദമിന്റെ സന്താനങ്ങളെ മസ്ജിദ് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല ടിപ്പായിട്ട് പോകണം, ഒരുങ്ങി ചമഞ്ഞ് നല്ല വെള്ള ഡ്രസ്സും അത്രയൊക്കെ പൂശി വേണം പോവാൻ പള്ളി പോകാൻ. അല്ല, ഇത് ആണുങ്ങളോടാ പെണ്ണുങ്ങളോടാ? ഇത് ആണുങ്ങളോടാ പെണ്ണുങ്ങളോട് പറയുക നിങ്ങൾ അത്രയൊക്കെ പൂശാൻ റെഡിയായിട്ട് പോകണം പള്ളിയിൽ ഖുർആനാണ്.
എല്ലാ പള്ളികളും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല ഡ്രസ് ചെയ്ത് മിടുക്കനായിട്ട് അഴകായിട്ട് പോകണം. ഖുർആനായി പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഖുർആനുമില്ല പെണ്ണുങ്ങളുടെ പള്ളിയിൽ പോക്കിന്, ഖുർആനുമില്ല, ഹദീസുമില്ല, ഭാരത്തുമില്ല, ഇനി ചരിത്രവുമില്ല, ഒന്നുമില്ല. സഹാബത്തിനിടയിൽ മസാജിദ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? ഓടാവും, നിനക്കെന്താ അറിയാം? മസാജിദ അതിന് തൊട്ട് ചേർന്ന് ഹദീസ് കിടക്കല്ലേ. പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയല്ലേ എന്ന് നബി പറഞ്ഞെന്ന്. ആ പറഞ്ഞുകൊണ്ട് തന്നെ തടഞ്ഞെന്നല്ലേ? തടയല്ലേന്ന് പറഞ്ഞ ആരോടാ പറയടാ? ആരോടാ പറഞ്ഞത്? നിങ്ങൾ തടയല്ലെന്ന് പറഞ്ഞ ആരോടാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരോടാ പറഞ്ഞത് തടയല്ലേന്ന്. അപ്പൊ ആ കൽപ്പന എഴുതി വെച്ചിരിക്കുന്നത് തൻസീഹിന്റെ മന്നാണ്. തടഞ്ഞോളണം നിർബന്ധം. അത് പറയത്തില്ല, അവർ വന്നോട്ടാ നിങ്ങൾ ഓടിക്കല്ലേ എന്ന് പറയത്തില്ല. സഹാബത്ത് നടന്നില്ലേ? ഭാര്യ ഒരിക്കൽ പറയും പോലെ നാശമാണ്. തടഞ്ഞില്ല. ഇതിനിപ്പോ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോവുക. പോയി പള്ളിയിലോട്ട്. ആയിക്കോട്ടെ, റസൂൽ തടഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഉടനെ കയറി വെട്ടത്തില്ലല്ലോ. റസൂൽ തടഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഉടനെ തടയൂന്ന് പറയാൻ എന്നത് സൂക്ഷിച്ചു വേണം പറയാൻ. റസൂൽ തടഞ്ഞില്ല. ഉമർ ഫാറൂഖിന്റെ ഭാര്യ. അങ്ങനെ പോയപ്പോ ഒരു ദിവസം എന്ത് ചെയ്തു? മൂപ്പര് ഒരു വളവിന് ഒരു കയ്യാലയുടെ ഒളിച്ചിരുന്നു. ആര്? ഉമർ ഫാറൂഖ്. അങ്ങനെ 30 വലിയ കാര്യത്തെ പള്ളിയിൽ പോകാൻ വേണ്ടി പോവുക. അവിടെ നിന്നില്ല, മറവിൽ നിന്നോട്ട് ആ ബുർഹായി പിടിച്ചൊരു വലി മാർക്കണം. എന്ന് പറയും. ഈ കരച്ചിന് ബോധം കെട്ട് ഓടി വന്ന് വീട്ടിൽ വന്ന് ബോധം കെട്ടങ്ങ് വീണ്. ഉമർ ഫാറൂഖ് വന്നിട്ട് എന്ത് പറ്റി? എനിക്ക് വയ്യ. എടോ സംഭവം പറ. അത് എന്നെ ഏതോ ഒരു പിടുത്തം കെട്ടവൻ എന്നെ ബുർഹായി പിടിച്ച് വലിച്ച്. അങ്ങനെ വലിച്ചോ? എന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു? ഞാൻ പേടിച്ച് ഓടി. അതാണോ വേണ്ടത്? അങ്ങനെ പിടിച്ചു വലിച്ച അവിടെ നിന്ന് ആരായും ചെയ്തവനെന്ന് ചോദിക്കണ്ടേ? പെണ്ണുങ്ങളെ കണ്ടാ ചോദിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പോകരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. പിന്നെ മരണം വരെ 34 വില പോയിട്ടില്ല. അത് ഉമർ ഫാറൂഖ് തങ്ങൾ പോലത്തവര് ഇതിനെ നിരോധിച്ചിട്ട് അവരുടെ സ്ഥിതി ഇതാണെങ്കിൽ എന്റെ നിന്റെ ഭാര്യമാരുടെ ആരെന്താവൂടാ? എന്താവും? കൊണ്ടുപോകും. പോയിക്കോ. എല്ലാ പെണ്ണുങ്ങളും പള്ളിയിലോട്ട് പോയിക്കോ. തഹജ്ജുദിന് പോണം. അതാ നല്ലത്. പോയ ചെറുപ്പക്കാരൊരു ഒറ്റ എണ്ണം തഹജ്ജുദ് മുടക്കത്തില്ല. സകല ചെറുപ്പക്കാരും സുബഹിക്ക് അവന് മുമ്പ് തന്നെ പള്ളി വന്ന് എല്ലാ എഴുത്തിക്കാരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഇനി ഒരു ബുഖാരിയിലുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞേച്ചും നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട ആയിഷവി റസൂലുള്ളാഹി പെണ്ണുങ്ങൾ പള്ളി വന്നില്ലേ? എടോ, നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി അവിടെ ഇരിക്കുക. പെണ്ണുങ്ങൾ പള്ളി വന്നെങ്കിലല്ലേ അവർക്ക് സഹാബി മതിയാകണ്ടേ? സഹാബി എന്ന് പറഞ്ഞാൽ ആര്? റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൊണ്ട് നബിയുടെ മജ്‌ലിസിൽ അല്പസമയമെങ്കിലും ഹാജരായവരാണ് സഹാബി. അപ്പൊ പെണ്ണുങ്ങൾക്ക് സഹാബിയത്താകണ്ടേ? റസൂലുള്ളാഹിക്ക് പോകണ്ടേ? റസൂലുള്ളാഹിക്ക് പോയില്ലെങ്കിൽ സഹാബിയാകുമോ? അയ്യോ, അത് വേണം. അത് മാത്രമാണോ നബിയോട് ബൈഅത്ത് ചെയ്യണ്ടേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നബി തങ്ങളെ ഇദാ ജാഅക്കൽ മൂമിനാത്തു, മൂമിനത്തുകളായ പെണ്ണുങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബായവരൊക്കെ തങ്ങളുമായി ബൈഅത്ത് ചെയ്യാനാണ്. അങ്ങനെ വന്നാൽ അവരുമായിട്ട് തങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. എന്തൊന്നെയാണ് ബൈഅത്ത്? കള്ളം പറയത്തില്ലെന്നും വ്യഭിചരിക്കത്തില്ലെന്നും ഇങ്ങനെയുള്ള അല്ലാഹുവിനെ കൂടാതെ മറ്റൊന്നിനെ ആരാധിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ വരുന്നുണ്ട് നബിയെ. അവരുമായിട്ട് തങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ തങ്ങൾ തയ്യാറായപ്പോൾ തങ്ങൾ കൈമുസാഫ് ബൈഅത്ത് ചെയ്തില്ല എന്ന് ഹദീസിന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു. കൈ പിടിച്ചുകൊണ്ടാണല്ലോ ബൈഅത്ത് ചെയ്യുന്നത്. പെണ്ണുങ്ങൾ വരുമ്പോൾ തങ്ങൾ കൈപിടിക്കാറില്ല ബൈഅത്ത് ചെയ്യുമ്പോൾ. അപ്പൊ തങ്ങളുടെ പോയി ബൈഅത്ത് ചെയ്യണം, തങ്ങളുടെ സഹാബിയത്താകണം. അതുപോലെ തന്നെ ഹൈദിന്റെ മസാലയോ അല്ലെങ്കിൽ നിക്കാരത്തിന്റെ മസാലയോ എന്തെങ്കിലും ചോദിക്കാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അങ്ങോട്ട് പോകണം. ഇതുപോലെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള കേസ് ഫയൽ ചെയ്യണം. എന്തെല്ലാം ഉണ്ടത്? റസൂലുള്ളാഹി അവിടെ ഇരിക്കുക.
അതാ നബി ഉള്ളപ്പോൾ നിങ്ങൾ തടയേണ്ട ആ മണ്ണിന്റെ അർത്ഥം ഇബ്നു ഹജർ തുഹഫയിൽ എഴുതി വെച്ചിരിക്കുന്നത് റസൂലുള്ളാഹിയുടെ കാലത്ത് തടയല്ലേ എന്നാണ്. അല്ലെങ്കിൽ മുസ്തഹാത്തല്ലാത്ത കിഴവികളായ പെണ്ണുങ്ങളെ തടയല്ലേ എന്നാണ് ആ മണ്ണിന്റെ അർത്ഥമെന്ന് ഇബ്നു ഹജർ തുഹഫയിൽ രേഖപ്പെടുത്തി. അത് മനസ്സിലായ? അത് നടന്ന് കേട്ടോ. ഒരു ദിവസം അഖില ലോക വിവരക്കേടെന്നാ പറയുന്നത്. എൻ്റെ തൊട്ട് പുറകെ കൊണ്ട് വെച്ചിരിക്കുക വെള്ളമേ. തിരിഞ്ഞു പോയാൽ കൈമുട്ടിയ ഇവിടെ മുഴുവൻ വെള്ളമായി, ഞാനും ഹലാക്കായി വയറ് നിർത്തി. അപ്പൊ നോ കോമൺ സെൻസ് അറ്റ് ഓൾ. എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു വെച്ചത്. കൊല്ലം TK തങ്ങളൂർ കോളേജിലെ ലെക്ചറായിരുന്നു. നമ്മളിപ്പോ ഒഴിവാ. എനിക്ക് എന്നാലും അവിടെ വന്നാൽ പരീക്ഷ പേപ്പർ നോക്കുന്നതിന് പൈസ ഒരുപാട് കിട്ടും. 2 ദിവസം എന്നെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ പൈസ അത് മനസ്സിലായ. ഒരു ദിവസം ആയിഷോയി എന്തെങ്കിലും ചോദിച്ചാൽ തങ്ങൾ സമ്മതിക്കും. ഇച്ചിരി അടുപ്പം കൂടുതലാ, ഇച്ചിരി സ്നേഹം കൂടുതൽ. ആയിഷോയോട് സ്നേഹം കൂടുതലാ. അതെന്ന് വഴിയാതെ ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം, ഒരു ഭാര്യയോട് കുറച്ച് സ്നേഹം, അത് മര്യാദ. തങ്ങൾ കാണിച്ചാലും ഇവിടെ എടാ പുതിയ ഖുർആൻ ഓതിയിട്ടില്ലേ? അതിനകത്ത് പറഞ്ഞിട്ടില്ലേ എടാ നിങ്ങൾ തലകുത്തി പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും പെണ്ണുങ്ങളുടെ സമത്വം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പെരുമാറ്റത്തിൽ, അതായത് സ്നേഹത്തില് പെണ്ണുങ്ങളുടെ തുല്യത പാലിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കുന്നത്. സംശയം പോലും എടുക്കാം. 10-18 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിനെ കെട്ടിയ ഒരാൾ, അതേ സമയത്ത് 60 വയസ്സ് പ്രായമുള്ള ഒരു ഭാര്യയും, ഇത് രണ്ടുപേരോട് ഒരുപോലെ ആയിരിക്കും സ്നേഹം. ഉള്ളിൽ കൊടുക്കൽ വാങ്ങേണ്ട കാര്യമല്ല പറഞ്ഞു. അതാ പറഞ്ഞു നിസായി, പെണ്ണുങ്ങളുടെ സമത്വം പാലിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും സാധ്യമല്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആയിഷവി എന്ന് പറഞ്ഞ ചെറിയ ആളൊന്നുമല്ല. മറ്റൊരു ഭാര്യ ഒരു ബീവിമാരുടെയും കിടക്ക മുറിയിലും വിരിപ്പിലും വെച്ച് വഹി വന്നിട്ടില്ല. ആയിഷവിയുമായിട്ട് റസൂലുള്ളാഹി ശയിക്കുമ്പോൾ ഇവരിൽ വന്ന് വഹി കൊടുത്തിട്ടുണ്ട്. ആയിഷയുടെ വലിപ്പം അത്. അതിന് പുറമെ ഒരുപാട് പ്രശ്നങ്ങളുള്ള, അത്രയും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത പെണ്ണുങ്ങളില്ല. വലിയ പണ്ഡിതയാണ് ആയിഷവി. അതിനും പുറമെ അബൂബക്കർ സിദ്ദീഖിന്റെ മോളും, പിന്നെ പഞ്ചാരക്കുന്നത്ത് കരിമ്പ് നട്ടതുപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ മോളും. പിന്നെന്തോ കുഴപ്പം. ബഹുമാനപ്പെട്ട ആയിഷവി ദിവസം നബിയെ ഞാനും കൂടെ ഞാനും കൂടെ ആ പള്ളിയുടെ മൂലയ്ക്ക് ഒന്ന് എത്തിക്കാൻ വരുന്നോട്ടെ തങ്ങളുടെ കൂടെ. മനസ്സോട് മൂപ്പത്തി ഒരു ചെറിയ മറ കെട്ടി പള്ളിയുടെ മൂലം. പള്ളി എന്ന് പറയുന്നത് 100 മഴ സമയത്തിലുള്ള സെക്രട്ടേറിയറ്റ്. അവിടെ ഇരുന്നുകൊണ്ടായി ഊരവും മുഴുവൻ സ്വായത്തമാക്കി 100 മഴ സമയത്തിലുള്ള ഓലമേഞ്ഞ ഒരു സെക്രട്ടേറിയറ്റിനകത്ത് ഇരുന്നുകൊണ്ടാണ് റോമൻ സാമ്രാജ്യം സ്വായത്തമാക്കിയത്. ചരിത്ര അനുഭവമില്ല. ചരിത്രം വെറുതെ ഇല്ല. ഇന്നുണ്ടല്ലോ പഴയ എന്തൊരു കഥ പറയുകയാണോ? നടന്നതല്ലേ ഭരണം. ഇപ്പോഴും അതിന്റെ ഭാവശിഷ്ടങ്ങൾ അവിടെ കിടക്കുകയല്ലേ. ഇന്ദിരാഗാന്ധി ഇവിടെ ഡൽഹി ഭരിച്ചതല്ലേ. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നെന്തായോ അതാവുമായിരുന്നില്ല. താജ്മഹാളും കുട്ടമിനാറും മറ്റൊക്കെ അവിടെ കിടക്കുകയല്ലേ. അതാ ആ യാഥാർത്ഥ്യമല്ലേ അവർ തുറന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി. എന്ന് പറഞ്ഞ പോലെ ലോകം മുഴുവനും ഇസ്ലാം പ്രവർത്തിച്ചിട്ട് അതിന്റെ അടയാളങ്ങൾ അവിടെ നിൽക്കുകയല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ? അപ്പൊ ആ കെട്ടിടത്തിന്റെ വലിപ്പം പറഞ്ഞ സെക്രട്ടേറിയറ്റ് 100 മഴ സമയത്തില്ല ഓല വേഞ്ഞതാ. പലപ്പോഴും മഴ പെയ്യുമ്പോൾ സ്വഹാബത്തിന്റെ നെറ്റിക്ക് ചെടി വെച്ചു സുജൂദ് ചെയ്യുമ്പോൾ. അതിനകത്ത് ഇരുന്നുണ്ടായി കോലാഹാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. അതുപോലെ ഓർമ്മ വേണം. ഇന്ന് കാണിക്കുന്ന ഈ കോലാഹാരം കോടി ചെലവൊന്നും ചെയ്തുകൊണ്ടല്ല, വെറും നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രം. ഇസ്ലാമിന്റെ സൈന്യം ഒരു രാജ്യത്തോട്ട് കാലുവെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായിട്ട് നീണാൽ വാഴട്ടെ, നീണാൽ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിലെയും ആ മുസ്ലിമീങ്ങളെയോ സഹായിച്ചിരുന്നു. അതാണ് ഇന്ത്യയിലും നടന്നത് കേട്ടോ. എന്തായാലും ആയിഷയോട് പറഞ്ഞ് അവിടെ കാണാൻ ഇരുന്നോ പൊല്ലാപ്പ. എന്നാലും പൊല്ലാപ്പ നടന്നിട്ട് ഹരീതിയില്ല, ഞാൻ പറയാ. എന്നാലും പൊല്ലാപ്പ അവിടെ കാണും മുടക്കിരുന്നോ, ആരും അറിയില്ല.
ഇത് ഹഫ്സ ബീവി അറിഞ്ഞു. ഹഫ്സ ബീവി ഐഷ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഐഷയുടെ സ്വന്തം ആളാ ഹഫ്സ ബീവി. അപ്പം 34 ഐഷ ഞാനും കൂടെ ഇരുന്നോട്ടെ. അപ്പം ഐഷുവി സമ്മതിച്ചാൽ നബിയൊന്നും പറയത്തില്ലെന്ന് ഒന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഗുഡൻസ് അവിടെ. ഐഷുവി അനുവദിച്ചാൽ നബിയെ കണ്ണടയ്ക്കും. അപ്പൊ ഐഷുവി സമ്മതിച്ചു. ആരെ? ഹഫ്സ ബീവി. 31 മറയെത്തി ഒരു മൂലയ്ക്ക്. ഇതറിഞ്ഞാല് സൈനബ ബീവി. അപ്പൊ ഏതൊരു ഗ്രൂപ്പിന്റെ നേതാവാ? 2 ഗ്രൂപ്പാണ് ബീവിമാര്. അപ്പൊ അത് പറയുമ്പോൾ അവിടെ ഒരു വാദം ആവശ്യമാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സൈനബ ബീവി എന്ന് പറഞ്ഞ ഐഷ ഗ്രൂപ്പിന് എതിര് ഗ്രൂപ്പിന്റെ നേതാവാണ്. ഐഷവിയെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയില്ലേ മുനാഫിക്ക്. അതിന് റസൂലുള്ള പരിശോധന നടത്തിയപ്പോഴേ അവസാനം ഐഷായുടെ വൃത്തികേട് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്ന അന്വേഷണം നടക്കുമ്പോൾ എതിര് ഗ്രൂപ്പിന്റെ നേതാവ് സൈനബ ബീവിയെ വിളിച്ച് ചോദിക്കുക, വല്ലതും കണ്ടിട്ടുണ്ടോ? ആയിഷായി വല്ല മോശമായ സ്വഭാവം നീ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറ. നേരെ വന്നിപ്പം ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ട് ഞാൻ ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ ഇവിടെ എന്നല്ലേ നമ്മൾ പറയുക. നമ്മുടെ വണ്ടികളാണെങ്കിൽ ആരൊക്കെ എന്നെ തട്ടിയിട്ട് ചോടിയിട്ടുണ്ടെന്ന് അറിയാവോ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എന്ന് പറയും ഭർത്താവിനോട്. ചേലേവർത്ത് സൈനബാബി ഐഷ ഗ്രൂപ്പിനെതിരാ. അവരോട് ചോദിച്ചു, ഇന്ന് ഈ മുനാഫിക്കൾ പറഞ്ഞാൽ വല്ല കുഴപ്പവും ഐഷുവെ നീ കണ്ടിട്ടുണ്ടോ? സൈനബാദ് ചോദിച്ചപ്പോൾ ബീവിയവர்கள் പറഞ്ഞ വല്ലതീ ബാഹക്കബിൽ ഹാക്കി മാറായിട്ടുമിന്ന തങ്ങളെ ഒരു ഹക്കായ നബിയായിട്ട് അയച്ച അല്ലാഹുവിനെ തന്നെയാണ് ഐഷ ബീവിയിൽ നിന്ന് യാതൊരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട സൈനബ ബീവി തങ്ങളുടെ മുമ്പിൽ മൊഴി കൊടുത്തത്. മനസ്സിലായില്ലേ? അവര് നമ്മൾ പിണക്കമാന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കും, അവരെല്ലാം കുഴപ്പമാണ്, വെറും സൗന്ദര്യ പിണക്കം മാത്രം. ഓർമ്മ വേണം കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ അവർ ഭാഗത്തിൽ ഭൂമിയില്ല. നമ്മുടെ പാലിൽ ചുക്കിട്ട് കാച്ചു, നമ്മുടെ പാലിൽ ചുക്ക് വീഴും. അപ്പം അവസാനം എല്ലാവരും സൈനബ ബീവിയും കൊണ്ടുവന്ന് കെട്ടി ഒരു മറ. നോക്കുമ്പോ 4 അവരുടെ ഒരു കൂട്ടുകാരി വിറ്റന്ന് സുബൈക്ക് തങ്ങൾ പള്ളിയിലോട്ട് കയറി വന്ന് നിസ്കരിക്കാൻ. അപ്പൊ നബിയുടെ എപ്പോഴും സ്വഭാവം ഇതായിരിക്കും എന്നെ ഊഹിക്കുകയാണ്. അപ്പൊ ഒരു സഹാബി ഇങ്ങോട്ട് കയറി നബി ചോദിച്ചു, മഹാദ ഇതെന്തോ കാണുന്നു? ഉണ്ടോ? തങ്ങൾ ഐശ്വര്യൊക്കെ അതിനകത്തിരിക്കുന്നത്. സഹാബിക്ക് 7 ദിവസം പനിയുണ്ട് പറയാൻ. താങ്കളുടെ ഭാര്യമാര് ചെയ്ത് കുറിച്ചൊക്കെ പറയാൻ അയാൾക്ക് ധൈര്യം പറ്റും, വിവരം അറിയും പറഞ്ഞ. ഇയാള് മിണ്ടുന്നില്ല. അപ്പൊ നബി ചോദിച്ചു, മഹാദ എന്താ അവിടെ കാണുന്നു? നല്ല പറഞ്ഞു, ബീവിമാരാണ്. ഇവരെ ഇതിന് പ്രേരിപ്പിച്ച വികാരം എന്ത്? ആ ബിറു എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് കരുതിയാണോ ഈ പണി ചെയ്യുന്നത്? പൊളിച്ചെറിയുന്നത്. ഒരു നല്ല ഗുണമുള്ള കാര്യം ചെയ്യാൻ പോയാൽ നബി സമ്മതിക്കത്തില്ല. പോവാ. എല്ലാവരും കൂടെ കെട്ടിപ്പോയി. സഹീഹ് ബുഖാരിയിൽ എഴുതി വെച്ചിരിക്കുന്നതായത് കേട്ടോ ഇവിടെ സഹോദരങ്ങളെ. അല്ലാതെ അക്ബർ സദക്കാടെ പാട്ടിൽ നല്ല പറയുന്നു. അക്ബർ സദക്കാടെ പാട്ടില്ലേ ഇല്ലതാ പാട്ട്, അതിലല്ല, ബുഖാരി എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് നബി ചോദിക്കുന്നു, ആ ബിറു എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഈ പണി ചെയ്യുന്നത്? അവസാനം ദേഷ്യം പിടിച്ച് റസൂലുള്ളാഹി ആ റമദാൻ മാസത്തിൽ തങ്ങൾ ഇരുന്നില്ല. ഭാര്യമാരോട് പിണങ്ങി, ഞാൻ ഇരുന്നിട്ടല്ലേ നീയെല്ലാം ഇരിക്കാൻ പറ്റും, ഞാൻ ഇരുന്നില്ല. ആ റമദാൻ മാസത്തിൽ തങ്ങൾ ഇരുന്നില്ല. എന്നിട്ട് ഷവ്വാൽ മാസത്തിൽ തങ്ങൾ ഖളാ വീട്ടി. അതല്ലേ ഷവ്വാലെന്നും പറഞ്ഞ് ബുഖാരിയുടെ ഒരു ബാബില്ലേ, ഒരു ബസ്സിലെ ഭാഗമുണ്ട് അല്ലേ, ഷവ്വാലിന്റെ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഷവ്വാൽ മാസത്തിൽ തങ്ങൾ എന്തോന്ന് ഈ ഖളാ വീട്ടുകയായിരുന്നു. അപ്പൊ സ്വന്തം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ആരായ തങ്ങളുടെ മുമ്പില് എന്തോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ നിങ്ങളുടെ റുക്കൂഉം നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ റുക്കൂഉം സുജൂദും നിങ്ങളുടെ ഖുശൂഉം എന്നെ തൊട്ട് പറഞ്ഞല്ല എന്ന് നബി പറഞ്ഞില്ലേ. അങ്ങനത്തെ റസൂലുള്ളാഹിയുടെ കാലത്ത് പോലും തങ്ങളുടെ ഭാര്യമാർ തങ്ങളോട് കൂടി പള്ളിയുടെ തേച്ചിക്കാതിരിക്കാൻ തയ്യാറായിട്ട് പൊളിച്ചെറിയാനാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ഇത് നബിയുടെ ഭാര്യമാര് പള്ളി വന്നില്ലെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് മറുപടി വന്ന് എവിടുന്നാ? അതിൽ വന്ന വാഹനം ബെൻസ
വലിയ ആളിന്റെ ഭാര്യയല്ലേ, കുറെ ബെൻസിലായി. ഓ അന്ന് ബെൻസില്ല, കാറില്ല, പിന്നെന്താ വന്നു, കുതിര വണ്ടിയില്ല. എന്തിനാ അവര് വന്ന് പള്ളിയിലോട്ട് വന്നല്ലോ. സഹോദരങ്ങളെ, നിഷ്പക്ഷമതികളെ, നിങ്ങൾ മനസ്സിലാക്കണം, പള്ളിയിൽ നിന്നൊരു ഇറക്കിക്കട്ട് ചരുവ. ഈ ബീവിമാരുടെ ഓരോ മുറിയും ആ പള്ളിയിൽ നിന്ന് ഇറക്കിക്കട്ടി ഓരോ ഐഷയുടെ ബെഡ്റൂമുണ്ടല്ലോ. 5 മുഴ 6 മുഴ അവരുടെ നീളവും 4 മുഴ വീതിയുമുള്ള ഒരു സാധനത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും റസൂലുള്ളാഹിയുമായി ശയിക്കുന്നതും എന്തുകാലം സ്വീകരിക്കുന്നതൊക്കെ. അത്രയും സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഉമ്മുന ആയിഷ അലൈഹിസ്സലാം. ഇങ്ങനെ ബീവിമാരാ പള്ളിയുടെ ചരുവില കാഫെന്ന സൂറത്തിലാണ് റസൂലുള്ളാഹി എന്ന് കേട്ട് പഠിച്ചു എന്നൊരു പെണ്ണ് പറഞ്ഞില്ലേ. എങ്ങനെ അപ്പൊ അവർ പള്ളിയിൽ പോയെന്ന് അർത്ഥം അല്ല. ആയിഷയുടെ അടുക്കളയും എന്റെ അടുക്കളയും ഒന്നായിരുന്നു. അപ്പൊ ഈ ആയിഷയുടെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി കാബ് സൂറത്ത് ഓതുന്നത് സുഖമായിട്ട് എടുത്ത് കേട്ട് അങ്ങനെ പഠിച്ചെന്നായി പറഞ്ഞത്. മനസ്സിലായോ പ്രിയപ്പെട്ടത്? അപ്പം ഈ ചരുവിലോട്ട് ഓരോ ഇറക്കാണ്. ഓരോ ബാബു മുസൽമത്ത്, മറ്റേ ബാബു മറിച്ചേ ബാബു എന്ന് പറയുന്നത് ബീവിമാർക്ക് ഓരോ മുറി ഈ പള്ളിയിൽ നിന്ന് ഇറക്കി കെട്ടിയതാ. അവിടുന്ന് റസൂലുള്ളാഹി പള്ളിയിൽ ഇരിക്കുമ്പോഴേ രാവിലെ നിസ്കാരം കഴിഞ്ഞ് സഹാബത്തൊക്കെ പോകത്തില്ലേ. അപ്പൊ നബി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭാര്യമാരിങ്ങോട്ട് കയറുന്നു. അതാ പള്ളി വന്ന് പറഞ്ഞു നബിമാര് ഭാര്യമാര് പള്ളി എന്തെങ്കിലും തട്ടങ്ങൾ ചെയ്യരുത്. ഞാൻ പറയരുത്, സുന്നിഷമാണെങ്കിൽ തന്നെയും അനാവശ്യമായിട്ട് പറയാൻ ഞാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിത് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. എല്ലാവരും ഇത് ഞാൻ എത്രയോ നാളിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ സുന്നികളെ, നിങ്ങൾ മറ്റുള്ളവരെ കടത്തി വെട്ടുന്ന കാലം അത്ര വിദൂരമല്ല. ഞാൻ പ്രസംഗിച്ചിട്ട് 20 കൊല്ലമോ അറിയാവോ. അല്ലയോ സുന്നികളെ, നിങ്ങൾ മറ്റവരെ കടത്തി വെട്ടുന്ന കാലം അത്ര വിദൂരമല്ല. ഒട്ടും താമസിക്കത്തില്ല. ഇപ്പം ചിരിച്ചൊക്കെ തറാവീഹിനുമൊക്കെ അവിടെ ഇവിടെ ആ മൂലക്ക് ഇങ്ങോട്ടൊക്കെ അടിച്ച് ഇവിടെ ഒരു മറാഠിയൊക്കെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. എന്താ ആ കൊണ്ടുപോയില്ലെങ്കിലേ അവരുടെ കൂടെ പോയിക്കളയും. അതുകൊണ്ട് കൊണ്ടുപോകണം. പോയില്ലെങ്കിൽ അവരുടെ കൂടെ പോകും. അതുകൊണ്ട് കൊണ്ടുപോകണം വരും. അത് നോക്കിക്കോ, കണ്ടു ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന കാണാം. അവരോടെ പോട്ടെ, പോകാനുള്ളവൾ അങ്ങോട്ട് പോയിക്കോട്ടെ. നമുക്ക് പ്രിൻസിപ്പിൾ വിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചെയ്യും. നമ്മളും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് ആൾക്കാർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്നത് അവരുടെ എന്തോന്നായിക്കൊള്ളട്ടെ, ദീനിൽ കൂടിക്കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തിന്റെ സ്ഥലം പള്ളിയല്ല, വീട് തന്നെ. ആ വീട്ടിനകത്തിരുന്ന് ഇബാദത്തെടുക്കുന്നതിനെയാണ് അള്ളയും റസൂലും അങ്ങേയറ്റം വാഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് ഖുർആനും ഹദീസും സലഫ് സാലിഹ്യങ്ങളുടെ ആധാറും എല്ലാം ഒത്തിണങ്ങി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ആഗ്രഹിക്കാതിരിക്കലാണ് ഉത്തമമെന്ന് മനസ്സിലാക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാം അനുവാദപ്രകാരം അപ്പൊ ഇടവണ്ണ അലവി മൗലവി പരിശുദ്ധ ഖുർആനിൽ തഫ്സീർ എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും ഇനി തെളിവിൽ വരണ്ട, അത് അവസാനം പറയേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ പറഞ്ഞത്? അല്ല, ആണോ? ഇടവണ്ണ അലവി മൗലവി എന്ന് പറഞ്ഞതൊന്ന് പറയണമെന്നല്ലേ? അപ്പൊ ഇടവണ്ണ അലവി മൗലവി ഖുർആന്റെ തഫ്സീറുണ്ട്, 4 വോളയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ സൂറത്തുൽ ജുമുഅയിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ മൂപ്പർ വിവരിച്ചിട്ടുണ്ട്. എന്തോ വിവരിച്ചിരിക്കുന്നത്? പെണ്ണുങ്ങൾ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്നുള്ളതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ യാതൊരു തെളിവും ഇല്ല. പക്ഷേ നിർത്തടാന്ന് പറഞ്ഞു, നിർത്തുന്നു, ഇനി അങ്ങോട്ട് പറയണ്ട. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും യാതൊരു തെളിവില്ല. പിന്നെ പക്ഷേ അത് നമ്മുടെ വകയാണ്, അതിവിടെ കേൾക്കണ്ട. ശരിയല്ലേ? ഇത് വേറെ ആരും ഒന്നും നോക്കണ്ട. നിങ്ങൾ എത്ര ഇടവണ്ണ അലുമോന് വലിയ പണ്ഡിതരാണ്. മൂപ്പര് ഖുർആൻ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ജുമുഅയിൽ എന്ന ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ, സ്ത്രീകൾ പള്ളിയിൽ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോകണമെന്നുള്ളതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും യാതൊരു തെളിവുമില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അത് നമ്മൾ മൈൻഡ് ചെയ്യുകയും വേണ്ട. അപ്പൊ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് ഇടവണ്ണ അരവ് മുസ്ലിം മൗലവി അവരുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ എടുത്ത് വാങ്ങിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞതിന് മോളിട്ട് ഇല്ലേ, വേറെ എങ്ങോട്ട് പോകണ്ട, മൂപ്പരുടെ കിതാബ് തന്നെ എടുത്ത് നോക്കിയാൽ മതി, നമുക്കാർക്കൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه سلمنا من آفات الدارين وارزقنا سعادة الدارين. اللهم إنا نستغفرك ونستودعك دياننا وأنفسنا وأولادنا وأولاد أولادنا وأحبابنا وكل شيء أعطيتنا. اللهم اجعلنا وإياهم في كنفك وأمانك وجوارك وعياذك من شر كل شيطان مريد وجبار عنيد وذي عين وذي بغي ومن شر كل ذي شر إنك على كل شيء قدير. اللهم جملنا وإياهم بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا في الدنيا من موجبات الندامة إنك سميع الدعاء. اللهم ارزقنا حبك وحب من أحبك وحب ما يقدمنا إلى حبك واجعل حبك أحب إلينا من الماء البارد. اللهم يا كافي يا كافي يا كافي لا يكافيك المكافي اكفنا شر ما أنذره كافي بسد اسمك الكافي. اللهم يا كافي من في السماوات ومن في الأرض ما أهمهم وما غمهم وما أثقلهم وما ضاق بهم حمله اكفنا ما همنا. اللهم اكفنا ما همنا. اللهم اكفنا ما همنا وما غمنا وما أثقلنا وما ضاق بنا حمله إنك على كل شيء قدير. اللهم الطف بنا في تيسير كل عسير فإن تيسير كل عسير عليك يسير ونسألك التيسير والمعافاة في الدنيا والآخرة. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أحب وأحسن إلينا ولمن أوصانا بالدعاء ولجميع أمة سيدنا محمد صلى الله عليه وسلم. رب ارحمهم كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا ببابك نقف فلا تطردنا وإياك نسأل بحقهم فلا تخيبنا. وإنا قد رفعنا إليك أيدينا داعين راغبين فلا تردنا خائبين. أستجب لكم فاستجبوا دعانا يا مجيب دعوة الداعين. سلامه على نبينا وعليهم أجمعين. آمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. يا رب صل على